ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ വെക്റ്റർ പോർഷനിലെ വെക്റ്റർ ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായി ഇത് 2019 നീറ്റ് എക്സാമിനേഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് വെലോസിറ്റി v is acted by 3 forces shown by the vector triangle PQR. The velocity of the particle will be. So ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ഫോഴ്സസ് ഈസ് ഷോൺ ബൈ ദ വെക്റ്റർ ട്രയാങ്കിൾ PQR എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ ക്ലോസ്ഡ് ട്രയാങ്കിൾ. സോ ക്ലോസ്ഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കും. കാര്യം ഇത് റിസൾട്ടിന് ഓപ്പോസിറ്റ് ആണ് തേർഡ് സൈഡ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലോസിങ് സൈഡ് വന്നേക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ ആക്സലേഷൻ എന്ന് പറയുന്നതും എന്തായിരിക്കും? 0 ആയിരിക്കണ്ടേ? So definitely that will be 0. അങ്ങനെയാണെങ്കിൽ the velocity of the particle will be. So first option തന്നേക്കുന്ന increase, second option decrease, remain constant, fourth change according to smallest force QR. So since acceleration is 0, we can say the velocity remain constant. Option 3 will be the correct answer. So അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2016 നീറ്റ് എക്സാമിനേഷൻ ഫേസ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. A particle moves from a point A equal to from a point minus 2i plus 5j to a point 4j plus 3k when a force of 4i plus 3j Newton is applied. How much work has been done by the force? So work, energy, power ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ പരിഗണിക്കാം. ഇവിടെ നമ്മൾ വെക്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുക. സോ വർക്ക് ഡൺ, മെക്കാനിക്കൽ വർക്ക് ഡണിൻ്റെ ഡെഫിനിഷൻ ഇസ് ഗിവൺ ബൈ F.ds ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന വെക്റ്ററിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ നമുക്കിവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 4i plus 3j. നോ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്? സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എടുത്താൽ മതി അല്ലേ. സോ ഇവിടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 4j plus 3k, അതായത് 0i plus 4j plus 3kയും അതേപോലെ ഫൈനൽ തന്നേക്കുന്നത് ഇനിഷ്യൽ പൊസിഷൻ തന്നേക്കുന്നത് -2i plus 5j plus 0k. ഓക്കെ, അങ്ങനെയാണ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. 4i plus 3j ഡോട്ട് നമുക്ക് ഇതിൻ്റെ 1 രൂപ എഴുതുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് മൈനസ് വരുമ്പം +2i വരും. ദെൻ 4 - 5 - j, അതേപോലെ 3 - 0k, സോ 3k ആൻസർ വരും. സോ വാട്ട് വിൽ ബി ദ ഡോട്ട് പ്രോഡക്റ്റ്? ഡോട്ട് പ്രോഡക്റ്റ് കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ i to i മൾട്ടിപ്ലൈ കെയുടെ കമ്പോണൻറ്റ് 0 ആയിട്ട് എടുത്താൽ ഇതങ്ങ് പോയിക്കോളും. ബാക്കി എന്താ വരിക? 8 - 3, സോ 5 ജൂൾ. സോ ആൻസർ ഓപ്ഷൻ ഡി വരും കറക്റ്റായിട്ട്. സോ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അഗെയിൻ 2016 ഫേസ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. If a magnitude of sum of two vectors is equal to the magnitude of difference of two vectors, the angle between these two vectors is. അപ്പോൾ 2 വെക്റ്റർ എടുക്കുകയാണ്, വെക്റ്റർ എ ബിയും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വെക്റ്റർ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബിയുടെ വാല്യൂയും അതേപോലെ വെക്റ്റർ എ മൈനസ് ബി എന്ന് പറയുന്ന വാല്യൂയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബിയസ്ലി നമുക്കിൻ്റെ തിയറി പാർട്ടിൽ നിന്ന് അറിയാം ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. ഞാനത് പ്രൂവ് ചെയ്യാൻ പോവാം. ഐ എം ഗോയിങ് ടു സ്ക്വയർ ഇൻ ബോത്ത് സൈഡ്, ഈ 2 സൈഡും സ്ക്വയർ ചെയ്യാൻ വിചാരിക്കാം. സോ എ പ്ലസ് ബി വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇൻറ്റു വെക്റ്റർ എ പ്ലസ് ബി ഫോമിലേക്ക് എടുക്കാൻ പറ്റും. സോ ഇവിടെ അതേപോലെ നമുക്ക് എന്താ എഴുതാം? വെക്റ്റർ മൈനസ് ബി ഡോട്ട് എന്തായിട്ട് എടുക്കാം? വെക്റ്റർ എ മൈനസ് ബി വാല്യൂ. സോ വെക്റ്റർ ഐഡൻറ്റിറ്റി തന്നെയാണ് ഇത് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായി മാറും? എ സ്ക്വയർ എ ഡോട്ട് എ സ്ക്വയർ കമ്പോണൻ്റായി മാറും. അതേപോലെ 2a ഡോട്ട് ബി പ്ലസ് ബി സ്ക്വയർ വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതേപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കമ്പോണൻ്റ് ഉണ്ടാവും, -2a ഡോട്ട് ബി കമ്പോണൻ്റ് ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ ഇവിടെ ക്യാൻസലായി പോകുന്നുണ്ടോ? ബാക്കി എന്താ വരിക? 4 × a ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ വരിക? 0. അപ്പോൾ ഡെഫിനറ്റ്ലി എ ഡോട്ട് ബി എന്ന് പറയുന്നതായി മാറി 0 ആയി. അപ്പോൾ 2 വെക്റ്റർ തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എന്തായി മാറും? 0 ആവും. Therefore angle between
എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായാലും വരാം 90 ഡിഗ്രി. സോ ഓപ്ഷൻ സി ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ APMT 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. The position vector of a particle r as a function of time is given by r equal to 4 sin 2 pi t I plus 4 cos 2 pi t j, where r is in meter, t is in second, and I, j denote the unit vectors along x and y direction respectively. Which one of the following statement is wrong for the motion of particle? So first option പറഞ്ഞിരിക്കുന്നത് the acceleration of vector is along minus r. So acceleration കണ്ടുപിടിക്കണമെങ്കിൽ that will be the second derivative of position vector or displacement with respect to time. So അങ്ങനെയാണെങ്കിൽ d²r/dt² ആയിരിക്കണം എന്ത് വരേണ്ടത്, അതിന് ആക്സിലേഷൻ വരേണ്ടത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുക, 4 ഇൻറ്റു ഓക്കെ d²/dt² ഞാനിവിടെ ഡയറക്റ്റ് എഴുതാണ്. സോ dt² is equal to 4 sin 2 pi t plus 4 cos 2 pi t j വാല്യൂ. സോ സ്ക്വയർ വാല്യൂ എടുക്കുകയാണെങ്കിൽ ആദ്യത്തിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുമ്പോൾ കോസ് വരും, അഗെയിൻ വൺ മോർ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് സൈൻ തന്നെ വരും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഇൻറ്റു 2 pi ഇൻറ്റു 2 pi, സോ 16 pi സ്ക്വയർ കോസ് അഗെയിൻ സൈൻ 2 ടൈംസ് ഡെറിവേറ്റീവ് വരുമ്പോൾ എന്ത് തന്നെ വരും, സൈൻ 2 pi t വാല്യൂ തന്നെ വരും. ഇവിടെയും അതേപോലെ എന്ത് വരും, 16 pi സ്ക്വയർ കോസ് ടി ജെ വരും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒരു നെഗറ്റീവ് സൈൻ നമുക്ക് കോമൺ എടുക്കാൻ പറ്റും, സോ മൈനസ് സൈൻ എടുക്കാൻ പറ്റും. സോ ദേ ആർ ആസ്കിങ് ഓപ്ഷൻ ആക്സിലേഷൻ വെക്റ്റർ ഈസ് അലോങ് മൈനസ് ആർ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഒരു 16 pi സ്ക്വയർ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ 16 pi സ്ക്വയർ കോമൺ എടുത്തിട്ട് ബാക്കി എന്താ വരിക, മൈനസ് സൈൻ, അല്ലെങ്കിൽ നമുക്ക് 4 pi സ്ക്വയർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ മൈനസ് 4 സൈൻ 2 pi t പ്ലസ് 4 കോസ് 2 pi t j ആയിരിക്കും വാല്യൂ വരും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഇത്രയും ടേം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, പൊസിഷൻ വെക്റ്റർ r തന്നെ അല്ലേ. സോ വി ക്യാൻ സേ ദ ആക്സിലേഷൻ വെക്റ്റർ ഈസ് എലോങ് വിച്ച് ഡയറക്ഷൻ, മൈനസ് ആറിൻ്റെ വെക്റ്ററിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഉണ്ടാവുക. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലേഷൻ വെക്റ്റർ ഈസ് v²/r എന്നാണ്. സോ ആറിൻ്റെ വാല്യൂ ഇവിടെ ഡയറക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതെന്ത് തന്നെ വരും, 4√2. ഓക്കെ, കറസ്പോണ്ടിങ് ആറിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ അതെന്ത് തന്നെ വരും, 4 തന്നെ വരും. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലേഷൻ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ആക്സിലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 16 pi സ്ക്വയർ വാല്യൂ അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചേക്കുന്നത് എയുടെ മാഗ്നിറ്റ്യൂഡ് v²/r ആണോ ചെക്ക് ചെയ്യണം. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി? ഇവിടെ നമ്മൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുല 4 × 2, സോ 8 pi നമുക്ക് കോമൺ എടുക്കാം. ബാക്കി വരുന്നത് കോസ് 2 pi t I മൈനസ് സൈൻ 2 pi t j ഈ ടേം വരും. സോ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് വെലോസിറ്റിയുടെ സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇറ്റ് വിൽ ബി 64 pi സ്ക്വയർ വാല്യൂ കിട്ടും. v² എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ r എന്താ വരാൻ നോക്കുക, 64 pi സ്ക്വയർ ഡിവൈഡ് ബൈ r വാല്യൂ ഇറ്റ്സ് 4. സോ ആൻസർ എന്ത് കിട്ടും, നമുക്ക് 16 pi സ്ക്വയർ ഉണ്ട്. സോ ഒരു കാര്യം നമുക്ക് വ്യക്തമായി, വെലോസിറ്റിയുടെ ആക്സിലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് v² ഡിവൈഡ് ബൈ r തന്നെയാണ്. സോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് 8 m/s ആണ്. പക്ഷേ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 pi ആണ് വാല്യൂ വരും. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, റോങ് ഓപ്ഷനാണ്. ദെൻ ഡി, പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 4 meter. സോ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, അതുകൊണ്ട് സി ആൻസർ കിട്ടി. നമുക്ക് അവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നിർത്താം. സോ ഓപ്ഷൻ ഗോയിങ് ടു ബി സി. നൗ ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 meter. നോക്കി ഇവിടെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞേക്കുന്നത് ദ ആക്സലേഷൻ ഓഫ് ദ വെക്റ്റർ, ആക്സലേഷൻ വെക്റ്റർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് v²/r ആണ്. സോ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ നേച്ചറാണ്. ഡെഫിനറ്റ്ലി ഇതൊരു സർക്കുലർ മോഷൻ തന്നെ ആയി മാറത്തില്ലേ. മോറോവർ
ഇവിടെ പൊസിഷൻ വെക്ടർ പാർട്ടിക്കിൾ തന്നേക്കുന്നത് എന്താണ്, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, പാരാമെട്രിക് ഇക്വേഷൻ തന്നെയാണ്. സോ എന്തായിരിക്കും ഈ പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി എപ്പോഴും എന്തായിരിക്കണം, ശരിയായിട്ട് വരണം. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ കെയിം ഫ്രം APMT. If vector A cos omega t I plus sin omega t j and B cos omega t by 2i plus sin omega t divided by 2j are function of time, then the value of t at which they are orthogonal to each other. സോ ഇവിടെ നമ്മൾ വെക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യണം. രണ്ട് വെക്ടർ ഓർത്തോഗണൽ ആണെങ്കിൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് വിൽ ഗിവ്സ് 0 വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ബൈ 2 പ്ലസ് കറസ്പോണ്ടിങ് ജെയുടെ കമ്പൗണ്ട് നോക്കുമ്പോൾ സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ 2 വാല്യൂ. സോ കോസ് എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ ഫോമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഫോമിലേക്ക് കൊണ്ടുവരാം. ഈ ടേം 0 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ ഒരു കറസ്പോണ്ടിങ് വാല്യൂ 0 ആണെങ്കിൽ അത് എന്തായിരിക്കണം, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം, പൈ ബൈ 2 ആയിട്ട് എടുക്കാം. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്തായിട്ട് വരിക, ഒമേഗ ടി ഡിവൈഡ് ബൈ 2 തന്നെയാണ്, പൈ ബൈ 2. സോ 2 ഗെറ്റ് ക്യാൻസൽ, ടി ഈസ് ഈക്വൽ ടു പൈ ബൈ ഒമേഗ. സോ ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് problem.